രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ നുംഖോറിൽ നടൻ ദുൽഖർ സൽമാന്റെ പിടിച്ചെടുത്ത 2 വാഹനങ്ങൾ സംബന്ധിച്ച് ദുരൂഹത. ലാൻഡ് ക്രൂയിസർ, നിസാൻ പട്രോൾ ആഡംബര കാറുകളുടെ മുഴുവൻ രേഖകളും ദുൽഖറിന് ഹാജരാക്കാനായിട്ടില്ല. എന്നാൽ ദുൽഖറിന്റെ അപേക്ഷ പരിഗണിച്ച് പിടിച്ചെടുത്ത ലാൻഡ് റോവർ കാർ കസ്റ്റംസ് ഇന്ന് വിട്ടു നൽകും. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പറയൂ. ദുൽഖറിന്റെ 4ഓളം വാഹനങ്ങളായിരുന്നു നേരത്തെ കസ്റ്റംസ് പിടിച്ചെടുത്തത്. അതിൽ തന്നെ ലാൻഡ് റോവർ കാർ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതായത് കൃത്യമായിട്ട് രേഖകളൊക്കെ തന്നെ തന്റെ കൈവശമുണ്ട്. നിയമപരമായിട്ട് തന്നെ ഈ കാർ വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകണമെന്നുള്ളതായിരുന്നു നേരത്തെ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ദുൽഖർ സൽമാൻ ഉന്നയിച്ച ആവശ്യം. അത് ഹൈക്കോടതി തീർപ്പാക്കിയത് ഈ കസ്റ്റംസിന് മുന്നിൽ ഒരു പുതിയൊരു അപേക്ഷ വെച്ചുകൊണ്ട് ദുൽഖറിന് തന്റെ വാഹനം അത് വിട്ടുകിട്ടാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. ഏതെങ്കിലും ഘട്ടത്തിൽ വാഹനം കൊടുക്കാതിരിക്കുന്ന അല്ലെങ്കിൽ അത് നിരാകരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത് ഉത്തരവായിട്ട് കസ്റ്റംസ് വിഭാഗം പുറത്തിറക്കണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട്. എന്തായാലും ഈ അപേക്ഷ നേരത്തെ തന്നെ ഈ പറയുന്ന ദുൽഖർ സൽമാൻ കസ്റ്റംസിന് മുന്നിൽ അപേക്ഷിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ മുന്നോട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ഈ വാഹനം വിട്ടുകൊടുക്കാനായിട്ടുള്ള നടപടികളാണ്. എന്തായാലും വാഹനം വിട്ടുകൊടുക്കാനായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ മറ്റ് വാഹനങ്ങൾ സംബന്ധിച്ച്, അതായത് ദുൽഖറിന്റെ തന്നെ മറ്റ് വാഹനങ്ങൾ സംബന്ധിച്ച് ദുരൂഹത ഉണ്ട് എന്നാണ് കസ്റ്റംസ് കരുതുന്നത്. കാരണം ഇതിൽ കൃത്യമായിട്ട് ഈ രേഖകൾ ഇല്ലാത്ത വാഹനങ്ങൾ ദുൽഖർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ചില വാഹനങ്ങൾക്ക് മാത്രമേ നിയമപരമായിട്ട് അത് ഇവിടേക്ക് എത്തിച്ചതിന്റെ രേഖകളൊക്കെ തന്നെ ദുൽഖറിന്റെ കൈവശമുള്ളൂ. അത് കൂടാതെ തന്നെ ഇത് കരസേനയുടെ പേരിൽ ആദ്യമായിട്ടുള്ള ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഫസ്റ്റ് ഹാൻഡ് ആരുടെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ചില വ്യക്തതകൾ നേരത്തെ തന്നെ വന്നിരുന്നു. അതിൽ കരസേനയുടെ പേരിലാണ് ഈ രേഖകൾ കിടക്കുന്നത്. അതിലൊരു ദുരൂഹത നിലവിൽ കസ്റ്റംസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഇഡിയുടെ അന്വേഷണവും തുടരുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ, ഈ പറയുന്ന വാഹനങ്ങൾ കടത്തിയതിൽ കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ടാണോ, ഇതടക്കമുള്ള വിശദാംശങ്ങൾ തന്നെയാണ് ഇഡി അന്വേഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായിട്ട് ദുൽഖറിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ദുൽഖറിൽ നിന്നും എടുത്തിട്ടുള്ള വാഹനങ്ങളൊക്കെ തന്നെ നിലവിൽ അതിൽ ദുരൂഹതയുണ്ട്, നിയമപരമല്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് കസ്റ്റംസിന്റെ അന്വേഷണം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇഡിയുടെ അന്വേഷണവും നടക്കുന്നുണ്ട്. എന്തായാലും ലാൻഡ് റോവർ വിട്ടുകൊടുക്കാനായിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ കസ്റ്റംസ് സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. രോഹിണി. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ICL FinCorp അവതരിപ്പിക്കുന്നു 9% പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ. വെറും 75 പൈസ പ്രതിമാസ പലിശ. ഉയർന്ന മൂല്യം, കുറഞ്ഞ പലിശ, അതിവേഗം, വിശ്വാസയോഗ്യമായ സേവനം. ICL FinCorp ഗോൾഡ് ലോൺ, ദി ഇന്റലിജന്റ് ചോയ്സ്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്യൂറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. എന്റെ വൈഫ് ഈ കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കം ഞങ്ങളുടെ വീടിന് വേണമെന്ന് ഇവൾ പറയുന്നു. അങ്ങനെയോ? ഇൻഡിഗോ പ്രീമിയം XT ഷീനിമൽഷൻ പുറം ചുവറുകൾക്ക് നൽകുന്നു നക്ഷത്ര തിളക്കം.